ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ നമ്മുടെ നോമ്പ് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മരണത്തെ തോൽപ്പിക്കാം എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയ ദിനമാണ് ഉയർപ്പ്. മരണം മൂലം എല്ലാം അവസാനിക്കും എന്ന് പറയുന്നിടത്ത് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പുതിയൊരു ജീവിത ക്രമത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഉയർപ്പിൻ്റെ ഈ നാളുകളിൽ ഉയർപ്പിനോട് ചേർന്ന് ഈ വേദഭാഗത്തെ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 24-ാം അധ്യായം ആരംഭിക്കുന്നത് സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയ്ക്കൽ സുഗന്ധവർഗവുമായി വരുന്നു. ഉയർപ്പെന്ന് പറയുന്നത് സുഗന്ധമേകുവാനായിട്ടുള്ള ക്ഷണം ആണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരാളുടെ മൃതദേഹം മറവ് ചെയ്തതിന് ശേഷം 3-ാം നാൾ അതിൽ സുഗന്ധവർഗം ഇടേണ്ട ഒരാവശ്യകത ഉണ്ട്. അതിനായിട്ട് സ്ത്രീകൾ ഈ കല്ലറയിലേക്ക് കടന്നു വരുന്നു. മറ്റുള്ളവർക്ക് സുഗന്ധമായി മാറ്റപ്പെടുവാൻ ഈ നോമ്പ് നാളുകൾ നമ്മെ വെല്ലുവിളിക്കുന്നു. ഏറെ അനുഗ്രഹത്തോടെ സുഗന്ധം പകരണം. മരിക്കുമ്പോൾ സുഗന്ധം പകരുവാനായിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ സുഗന്ധമാകുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. രണ്ടാമതായിട്ട് ഈ വേദഭാഗം പങ്കുവയ്ക്കുന്ന ചിന്ത, ഉയർപ്പെന്ന് പറയുന്നത് പ്രത്യാശയിലേക്കുള്ള ക്ഷണമാണ്. വളരെ ചഞ്ചല ചിത്തരായിട്ടാണ് സ്ത്രീകൾ കല്ലറയിലേക്ക് നടന്നെടുക്കുന്നത്. വലിയ ഒരു കാര്യം അവരെ ഭാരപ്പെടുത്തുന്നു. ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ലല്ലോ. എന്നാൽ അവർ ആ കല്ലറയുടെ വാതിൽക്കലെത്തുമ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യാശയിലേക്കുള്ള ക്ഷണമായിട്ട് ഉയർപ്പിനെ കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. ചഞ്ചല ചിത്തരായിട്ടിരിക്കുവാനായിട്ടല്ല, ആകുല ചിത്തരായിട്ടിരിക്കുവാനായിട്ടല്ല, പിന്നെയോ പ്രത്യാശയോടെ ആയിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. 3, ഉയർപ്പ് എന്ന് പറയുന്നത് ഓർക്കുവാനായിട്ടുള്ള ക്ഷണം ആണ്. യേശു കർത്താവിൻ്റെ ഭൗതിക ശരീരം ആ കല്ലറയിൽ കാണുന്നില്ല. 2 തേജോമയന്മാരായ പുരുഷന്മാർ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളെ കാര്യമൊന്നും ഓർക്കുന്നില്ലയോ? യേശു കർത്താവ് പറഞ്ഞതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ലയോ? നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുന്ന ദിവസമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓർക്കുകയാണ്. യേശു കർത്താവ് പറയുന്നു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്. അവസാനമായി ഉയർപ്പ് എന്ന് പറയുന്നത് വിശ്വസിക്കുവാനും ഘോഷിക്കുവാനായിട്ടുള്ള ക്ഷണമാണ്. അതീവ മ്ലാനവതരായി ഈ കല്ലറയിലേക്ക് വന്ന സ്ത്രീകൾ ഏറെ സന്തോഷത്തോടെ ഉയർപ്പിൻ്റെ സാക്ഷികളായി ആ വസ്തുത ഘോഷിക്കുവാനും പ്രസംഗിക്കുവാനും തുടങ്ങുന്നു. ഇന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നെയും ഈ മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ജീവൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ നാളുകളിൽ, ഉയർപ്പിൻ്റെ നാളുകളിൽ യേശു കർത്താവ് വലിയൊരു ക്ഷണത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ്. അത് സുഗന്ധമേകുവാനായിട്ടുള്ള ക്ഷണമാണ്. മരണത്തിൽ സുഗന്ധമാകുവാനായിട്ടല്ല, ജീവനോടെ ഇരിക്കുമ്പോൾ സുഗന്ധം പകരുവാൻ. അത് പ്രത്യാശയിലേക്കുള്ള ക്ഷണമാണ്. വളരെയധികം വിചാരഭാരത്തോടെ ഇരിക്കുവാനായിട്ടല്ല, പ്രത്യാശ നിർഭരരായിട്ടിരിക്കുവാൻ ഉയർപ്പ് നമ്മെ വെല്ലുവിളിക്കുന്നു. ഉയർപ്പ് ഓർമ്മയിലേക്കുള്ള ക്ഷണമാണ്. യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ ഓർക്കുവാൻ, അതിനോട് പ്രതികരിക്കുവാനായിട്ടുള്ള സമയമാണ്. 4-മതായി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്തയെ ഘോഷിക്കുവാനായിട്ടുള്ള സമയമാണ്. അങ്ങനെ ഈ നോമ്പിൻ്റെ നാളുകളിൽ, ഈ ഉയർപ്പിൻ്റെ നാളുകളിൽ ഏറെ അനുഗ്രഹകരമായി യേശു കർത്താവിനെ പറ്റി ഘോഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.